ഞാൻ അതേ മാങ്ങ ഉരച്ചിട്ട് ചമ്മന്തി അരയ്ക്കാൻ പോവാ. ഫ്രഷ് മാങ്ങ. ഇതേ മാങ്ങ ഉണ്ടോ? കൈ കൊണ്ട് പറിക്കുക. പറിക്കട്ടെ? മാങ്ങ നല്ല ഫ്രഷ് മാങ്ങ അതുകൊണ്ട് അച്ചാറുണ്ടാക്കാം. നോയമ്പല്ലേ. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും മാങ്ങ കിട്ടുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഒരു മാങ്ങ ഞങ്ങൾ വന്നപ്പോൾ 1-2 മാങ്ങ ഉണ്ടായിരുന്നു. ഈ വർഷം ദേ വന്നപ്പോൾ കറക്റ്റ് ഇത്രയും മാങ്ങ കിട്ടി. മുല്ലയാണ്, നല്ല മണം. ഫ്രഷ് തേങ്ങ ചിരണ്ടാൻ പോവാ. തേങ്ങ തേങ്ങവെള്ളം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ അകത്താണ് തേങ്ങ ഉണ്ടാവുക. ഇങ്ങനെ മിക്സ് ചെയ്തേക്കണേ. ഇത് ചിരണ്ടി നല്ല നൈസായിട്ട്. ഫ്രഷ് തേങ്ങ ഫ്രീസറിലിരിക്കുന്നതല്ല, നല്ല ഫ്രഷ് മാങ്ങ. ചമ്മന്തി അരയ്ക്കാൻ മതി. പാകം കറക്റ്റാട്ടോ. ചമ്മന്തി അരയ്ക്കാനായിട്ട് കറക്റ്റ് പാകം. തേങ്ങയും കൂടെ ഇടണം. ഇത് ഇത്ര സാധനമാണ്. കാന്താരി മുളക്, ചുവന്നുള്ളി, പിന്നെ മാങ്ങ ഒരെണ്ണം, പിന്നെ 1 കപ്പ് തേങ്ങ. കുറച്ച് ഉപ്പ് വേണം. ഈ കത്തിയാണോ? ഉപ്പിടാം. ഈ മിക്സിയുടെ ചെറിയ ബൗളിലാണ് ഉണ്ടാക്കുന്നത്. ആഹാ, എത്തിയോ? നല്ല വിശേഷം. അതാണ് ഒരു ചേരിന്റെ മുഖത്തിന്. ഇതേ എന്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട് ഇവിടെ. അമ്മച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങുമായിരുന്നു. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത കാരണം ഞാൻ ഈ മാങ്ങയും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിയിൽ കറക്കി എടുക്കുകയാണ്. തേങ്ങ ഫുള്ളിട്ടില്ല, കുറച്ചേ ഇട്ടുള്ളൂ. ഇതൊന്ന് അരച്ചിട്ട് ബാക്കി തേങ്ങ ഇടുന്നു. കറിവേപ്പില ഇടാനുണ്ട്. ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പില ഇടുന്നു. ഇവിടെ ഇരിക്കട്ടെ. ഇനി അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിടും. ഇനി ഇതിന്റെ പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം. അതുപോലെ അടിച്ച് തേങ്ങ തേങ്ങ അത് ഫുള്ളിടുക.
നല്ല രുചിയായി. ഇപ്പം നല്ല രുചിയായിട്ടുണ്ട്. ദേ കാന്താരി മുളകും തേങ്ങയും നല്ല അടിപൊളി മാങ്ങാ ചമ്മന്തി. ദേ അങ്ങനെ തോട്ടത്തിൽ നിന്ന് ഫ്രഷായിട്ട് പറിച്ച മാങ്ങയും തേങ്ങയും കറിവേപ്പിലയും എല്ലാം കൂടി നല്ല മാങ്ങാ ചമ്മന്തി. ഇപ്പം നല്ല മാങ്ങാ ചമ്മന്തി ഉച്ചയ്ക്ക് ഊണിന്